അത് കലക്കി. കണ്ണ സാറേ, ജോക്ക് വായിക്കാണോ? എന്നെ ഒന്ന് വായിച്ച് കേൾപ്പിക്കേ. പുറത്തിറങ്ങിയാൽ നാട് മുഴുവൻ നിപ വൈറസിന്റെ ഭീതിയാണ്. ഞാൻ വായിക്കുന്ന ജോക്സ് എല്ലാം ന്യൂസ് പേപ്പർ ആണ്. അടികൈ. കൊച്ചളിയ, ഇയാള് പറഞ്ഞത് കേട്ടോ? എന്നെക്കാളും വലിയ മരമണ്ടനീ കണ്ണ സാറാ. ന്യൂസ് പേപ്പർ വായിച്ച ആരെങ്കിലും ചിരിക്കോ? സാറേ, എന്ത് ന്യൂസ് വായിച്ചിട്ടാ സാർ അങ്ങനെ ചിരിക്കുന്നത്? എടാ കുട്ടികളെ, ന്യൂസ് അങ്ങനത്തെയാ. എന്ത് ന്യൂസാ? കാക്കമുട്ട കഴിക്കാൻ പാമ്പ് മരം കയറും, വനത്തിലുള്ള ഒരു പഴം കഴിച്ചാൽ ആഗ്രഹങ്ങൾ നിറവേറും. അടികൈ. കിട്ടുന്ന മുട്ട പാമ്പ് എന്ത് ചെയ്യും? ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കുമായിരിക്കും അല്ലേ? എടാ കഴുതേ, ന്യൂസിൽ എന്താന്ന് വെച്ചാല് വനത്തിനുള്ളിലെ ഒരു പഴം കഴിച്ചാൽ ആഗ്രഹങ്ങൾ നിറവേറും. സംശയമുണ്ടോ? ആ, ഇതിൽ കൊടുത്തിരിക്കുന്നത് വനത്തിനുള്ളിൽ ഒരു വലിയ മരമുണ്ട്. ആ മരത്തിലെ പഴം കഴിച്ചാൽ നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും. എനിക്കെന്തായാലും ആ പഴം കഴിക്കണം. എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ സാധിക്കാനുണ്ട്. പാലിൽ മോരൊഴിച്ച അടുത്ത ദിവസം തൈരാണ്. ഇതിലെഴുതി വെച്ചിരിക്കുന്നതെല്ലാം ശുദ്ധ മണ്ടത്തരമാണ്. അടികൈ. ഒരുപക്ഷെ സത്യമാണെങ്കിലോ? നിനക്കെന്താടാ വട്ടാണോ? ഹണി പറഞ്ഞത് ശരിയാണ്. ഒരുപക്ഷെ സത്യമാണെങ്കിലോ? സംശയമുണ്ടോ? ആ സ്ഥലം എന്തായാലും ഇവിടെ അടുത്ത് തന്നെയാണല്ലോ. എന്തായാലും ഞാൻ അങ്ങോട്ട് പോവാ. ബനി, അവൻ പോവുകയാണ്. ഒന്നുമില്ലെങ്കിലും നമുക്കൊരു പിക്നിക് പോലെ ആവുമല്ലോ. ശരി, എന്നാ പോകാം. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? എടാ പോകട്ടെ, പറക്ക്. ഞാൻ വെറും തത്തമ്മയാടോ, അല്ലാതെ ഹെലികോപ്റ്റർ അല്ല. 3 പൊണ്ണത്തടിയന്മാരെ പൊക്കാനായിട്ട്. രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഇപ്പൊ എന്റെ പണി തീർന്നേനെ. ചേട്ടായി, ഞങ്ങൾ അക്കരയിൽ എന്ന് എത്തിക്കാമോ പ്ലീസ്? തീർച്ചയായും എത്തിക്കാം. രക്ഷിക്കണേ, എന്നെ കൊണ്ട് നീന്താൻ കഴിയുന്നില്ലേ? നീ എന്തിനാ നീന്തുന്നേ? പറക്ക്. ശരിയാണല്ലോ, ഞാൻ മറന്നുപോയടേ. സംശയമുണ്ടോ? അതായിരിക്കുന്ന പഴം. പക്ഷെ ഒരു പഴമേ ഉള്ളൂ. എന്നാൽ ഇത് ആഗ്രഹം സാധിക്കാനുള്ള പഴമായിരിക്കുമോ? കഴിച്ചു നോക്കിയാൽ അറിയാം. ആ പഴം ഞാൻ കഴിക്കും. സംശയമുണ്ടോ? ആ പഴം ഹണി കഴിച്ചു. ഞാനിപ്പോ എന്താഗ്രഹിക്കുന്നുവോ അത് തീർച്ചയായിട്ടും സാധിക്കും. ഒരിക്കലുമില്ല, ഇത് ശുദ്ധ മണ്ടത്തരമാണ്. പിന്നെ എന്തിനാ പഴം കഴിക്കാനായിട്ട് നീ ഇങ്ങനെ ഓടിയത്? എനിക്ക് വിശപ്പായിരുന്നു, അതുകൊണ്ടാ. നീ എന്തെങ്കിലും ചോദിക്ക, ഒന്നും നടക്കില്ല. നടക്കും. സംശയമുണ്ടോ? പോപ്പട്ട് പറക്കരുതെന്ന് ഒരുപക്ഷെ ഞാൻ ആഗ്രഹിച്ചാൽ അത് നടക്കാൻ സാധ്യതയുണ്ടോ? എടേ, എനിക്ക് പറക്കാൻ പറ്റുന്നില്ല. എന്റെ അമ്മച്ചി, പിടിക്കേ. അതാ, അത് മരത്തിൽ നിന്ന് വീണ കറയാണ്. ഇതിനകത്ത് ഒരു അതിശയമില്ല. അത് ശരി. അപ്പൊ നിന്റെ തലയില് ആകാശത്തുനിന്ന് ഒരു തേങ്ങ വന്ന് വീഴട്ടെ. ആഗ്രഹം നടക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ഒരു തെങ്ങ് പോലെ ഇല്ലല്ലോ. പിന്നെ എങ്ങനെ തേങ്ങ വീഴുന്നത്? ക്ഷമിക്കണേ, ഞങ്ങളുടെ കയ്യിൽ തേങ്ങ വെള്ളി താഴേക്ക് വീണാണേ. അതോ മിക്സ്ഡ്. ഒന്ന് പോടാപ്പാ, അല്ലെങ്കിൽ ഹണി ആഗ്രഹിച്ചു കഴിഞ്ഞാ നീ എലിയായിട്ട് മാറും. പറഞ്ഞേക്കാം. സംശയമുണ്ടോ? അതെയോ? അയ്യോ, ഞാനങ്ങ് പേടിച്ചു പോയേ.
അത്രയ്ക്ക് അഹങ്കാരം. എന്നാ ശരി, നീ ഒരു എലിയായി മാറട്ടെ. എടാ കഴുതകളെ, ആ പഴം കഴിച്ചോണ്ട് ആഗ്രഹങ്ങൾ സഫലമാവില്ല. ഓടിക്കോ, അല്ലെങ്കിൽ ഇവൻ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും പിടിച്ച് അകത്താക്കും. ഗ്രീൻ ആണ് ശരീരത്തിന് വളരെ നല്ലതാ. ഏയ്, ആ, ഏയ്. എടേ, നീയൊക്കെ കൂട്ടുകാരന്മാരാണോ? രക്ഷിക്കൂ. വേഗം വാ. ഹോട്ട് ഡോഗ്, എന്തായാലും ഇത് കൊള്ളാം. ആ, എന്റെ കൊച്ചളിനെ തല്ലുന്നോ? നിക്കവിടെ, നീ ഒരു പൂജയാ. ഞാനാണെങ്കിൽ ഒരു കരിമ്പുലി. കൈ വെക്കുന്നത് സൂക്ഷിച്ചു വേണം. അങ്ങനെയാണെങ്കിൽ സാറ് ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ കൈവെക്കില്ല, കാലേ വെക്കൂ. ഏഹേ. ഓടിക്കോ. ഏയ്, എടാ, എനിക്ക് പറക്കാൻ പറ്റില്ല. എന്നെയും കൂടെ ഒന്ന് കൊണ്ടുപോയിനടേ. അല്ല, നിങ്ങൾക്ക് എന്താ ഈ സംഭവിച്ചത്? ഒന്നും പറയണ്ട, എന്തോ ഭാഗ്യം കൊണ്ട ജീവൻ തിരിച്ചു കിട്ടിയത്. എന്താ എന്താ ഉണ്ടായേ? കാട്ടില് ആഗ്രഹങ്ങൾ സഫലമാക്കുന്ന ഒരു പഴം അന്വേഷിച്ചു പോയതാ. കരിമ്പുലിയുടെ കയ്യിൽ നിന്ന് പണി കിട്ടി. പക്ഷെ പഴവും കിട്ടി. അപ്പൊ ആഗ്രഹം സഫലമായോ? ഞങ്ങൾക്കായില്ല, പക്ഷെ ആ കരിമ്പുലിക്ക് ആവുമായിരുന്നു. ബാറ്റ് കൊണ്ടടിച്ചാ അത് സിക്സർ, കാല് കൊണ്ടടിച്ചാ അത് ഗോള്. ആഗ്രഹങ്ങൾ സഫലമാക്കാൻ ഈ ലോകത്ത് പഴങ്ങളേ ഇല്ല. അടികൈ. ഓ, 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 സർ, ഓ, വരൂ നമുക്ക് കളിക്കാം. ഓ, 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 ഓ. സോറി കിട്ടി, സോറി. ഓട്ടക്കലത്തിൽ വെള്ളം കോരിയ ഒരിക്കലും നിറയുകയില്ല. ഞാൻ എന്റെ ഈ എക്സസൈസ് ഒരിക്കലും നിർത്തുകയില്ല. അടികൈ. ആ, ഹും. സാർ, വരൂന്നേ, നമുക്ക് പുറത്തെവിടെങ്കിലും കറങ്ങാൻ പോയാലോ? ദിനോസർ പണ്ട് മരിച്ചുപോയൊരു ജീവി. ഞാനിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണ് TV. അടികൈ. ഹും, ഹും. ആ, ഹും. സാർ, വരൂ നമുക്ക് സിനിമ കാണാൻ പോയാലോ? മയിൽ നൃത്തം ചെയ്യുമ്പോ കാണാം മയിൽ പീലി. കിറ്റ് കാണുന്നില്ലേ? ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജോലി. അടികൈ. ഉം. 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 അടിച്ചു പൊളിച്ചു തിമിർത്തു. കിട്ടി, എങ്ങോട്ടെങ്കിലും പോവാണോ? ആ, ഞാൻ വീട് വിട്ട് പോവാ. വീട് വിട്ടിട്ടല്ലേ പോവാൻ പറ്റുള്ളൂ, അല്ലാതെ നമുക്ക് വീടും കൊണ്ട് പോവാൻ പറ്റില്ലല്ലോ. ഇട മണ്ട, ഞാൻ ഇവിടെ എന്നേക്കായി പോവാന്നാ പറഞ്ഞത്. പക്ഷെ എന്തിനാ പോകുന്നേ? കാരണം ഖന്ന സാറിന് എന്നെ തീരെ ഇഷ്ടമല്ല. പക്ഷെ നീ എങ്ങോട്ട് പോകും? ഈ ലോകം വളരെ വലുതാ, ഞാൻ എങ്ങോട്ടേലും പോവും. ഇത്ര ഒച്ചയാ, എനിക്ക് എന്നോട് തന്നെ വർത്താനം പറയാൻ പറ്റുന്നില്ല. എടാ എന്നെ പോലെ
നിന്റെ അടുത്തുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾക്ക് താ. ചെരുപ്പുണ്ട്, വേണോ? ഞങ്ങളോട് തർക്കിക്കാൻ നോക്കണോ? എന്നെ അടിക്കുന്നോ? പിടിക്കാവളെ. കിറ്റി, വീട്ടിലേക്ക് പോവാം. ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് സേഫ്റ്റി അല്ല. ഞാൻ വീട്ടിലേക്ക് വരില്ല. ഞങ്ങൾ നിങ്ങളുടെ കൊടുത്ത് വരാം. ഓഹോ, മിസ് കാട്ട്കർ, മിസ് കാട്ട്കർ. എന്ത് പറ്റി കണ്ണാ സാർ? എന്താ ഇത്ര പരിഭ്രാന്തിയില്? കാട്ടിലെ ജിറാഫിനുണ്ട് നീളമുള്ള കഴുത്ത്. കിറ്റി തന്നിട്ട് പോയി. നമുക്കെല്ലാം ഈ എഴുത്ത് അടികൈ. ഇന്നോ എന്താ ഇതെങ്ങനെ സംഭവിച്ചു? എനിക്കറിയില്ല. ഞാൻ എന്റെ മോളെ പോലെയാണ് അവളെ സ്നേഹിക്കുന്നത്. എന്നാ വരൂ, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി മിസ്റ്റർ പാണ്ഡ്യന്റെ അടുത്ത് ഒരു കംപ്ലൈന്റ് കൊടുക്കാം. വരൂ. കംപ്ലൈന്റ് ചെയ്യാം. ₹640. ഞങ്ങളുടെ അടുത്ത് പൈസ ഇല്ലല്ലോ. ഒരു കുഴപ്പമില്ല, ഞങ്ങളുടെ അടുത്ത് ജോലി ഉണ്ടല്ലോ. ആ തൂത്ത് വരാൻ അറിയില്ലേ? ഇല്ല, ഒരിക്കലും അടിച്ചു വരിയിട്ടില്ല. ഒന്ന് നിക്ക്. പോലീസ് വന്നല്ലോ. ആര് പറഞ്ഞു പോലീസ് സമയത്ത് എത്തില്ലെന്ന്? ഓടിക്കോ, അല്ലെങ്കിൽ ജയിലിൽ പോകേണ്ടി വരും. അവിടെ നിക്കാനാ പറഞ്ഞത്. നിക്ക്, ഞാൻ പറയുന്നത് കേക്ക്. ഇതോ ഞാൻ വരുന്നു, ഞാൻ നിന്നെ പിടിക്കാൻ പോവാണ്. നിക്കവിടെ. ഓടിക്കോ. എനിക്ക് വിശക്കുന്നു. എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നുണ്ട്. നീ എവിടെ ഉറങ്ങാനാ? വീട്ടിൽ പോയി നമുക്ക് ഉറങ്ങിയാലോ? ഞാൻ വീട്ടിലേക്ക് വരില്ല. ദേ നോക്ക്,
കന്ന സാറിന്റെ ശരീരം മുഴുവൻ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നത്? കുട്ടികൾ കളിക്കാൻ പോകുമ്പോ ഇട്ടോണ്ട് പോകും വള്ളി നിക്കറ്. ഞാൻ പാഡ് കെട്ടി വന്ന ശരിക്കും സച്ചിൻ ടെണ്ടുൽക്കർ. അടികൈ. ശരിക്കും കണ്ടല്ലോ അല്ലേ? ഇവനെ സ്റ്റേഡിയത്തിലിരുന്ന് വെറുതെ കൈയടിക്കാൻ മാത്രമേ കൊള്ളുള്ളൂ. ക്രിക്കറ്റ് ഒന്നും ഇവര് പറഞ്ഞിട്ടുള്ളതല്ല. ഇവൻ ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുക. സംശയമുണ്ടോ? നീ എന്ത് ക്രിക്കറ്റ് കളിക്കാനാ? നിനക്ക് പറഞ്ഞിട്ടുള്ള കളി കോല് കളിയാ. ഞങ്ങൾക്ക് എന്തുകൊണ്ട് കളിച്ചൂടാ? ഞങ്ങളും കളിക്കും. സണ്ണി, നീ ഒരു വലിയ പ്ലെയർ ആണെന്നാണ് നിന്റെ വിചാരം. എന്നാ നമുക്ക് മത്സരിക്കാം. നിന്റെ ടീമും ഞങ്ങളുടെ ടീമും തമ്മിൽ. കാണാലോ ആരാ കളി ജയിക്കാന്ന്. മറക്കണ്ട, നീയൊക്കെ സണ്ണിയോടാ ഈ വെല്ലുവിളിക്കുന്നതെന്ന്. പിന്നീട് ആലോചിച്ച് ദുഃഖിക്കേണ്ടി വരരുത് നിനക്കൊക്കെ. നല്ലോണം ആലോചിച്ചു. കളിക്കാൻ നമുക്ക് ക്രിക്കറ്റ് മാച്ച്. ഓക്കെ, ഈ ക്രിക്കറ്റ് മാച്ച് നിങ്ങളുടെ അവസാനത്തെ മാച്ച് ആയിരിക്കും. കാരണം ഇതിനു ശേഷം നീയൊന്നും ആരുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കാൻ പോകുന്നില്ല. പൂച്ചേ, നീ നിന്നെ കുറിച്ച് എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? നീ വെറും പൂച്ചയാണ്. പൂച്ചയെ പോലെ നിൽക്കാൻ നോക്ക്, അല്ലാതെ സിംഹത്തെ പോലെ ആവാൻ നോക്കരുത്. മനസ്സിലായോ? അല്ല സുഹൃത്തെ, ഈ പൂച്ചേനെ ആൾക്കാരെല്ലാം കൂടെ തലേ കയറ്റി വെച്ചിരിക്കുകയാണ്. മനസ്സിലാവുന്നില്ല ഈ പൂച്ച ഇവനെ കുറിച്ച് എന്താ ധരിച്ചു വെച്ചിരിക്കുന്നെന്ന്. അളിയ, നീ ഒന്നും മിണ്ടാതിരിക്ക. ഞങ്ങളും പൂച്ചകളാണ് കേട്ടോ. അടിച്ചു പൊളിച്ചു തിമിർത്തോ. നിങ്ങൾ ഹണിയും പണിയുമല്ലേ? എന്റെ പ്രിയപ്പെട്ട ഹണിയും പണിയും. സംശയമുണ്ടോ? ഏയ്, ഈ ചറവറ സംസാരം ഒന്ന് എടുത്ത് എന്നിട്ട് പറ മാച്ച് എപ്പോഴാ കളിക്കേണ്ടത്? അത് ഞങ്ങൾ പറഞ്ഞോളാം. നാളെ രാവിലെ 7 മണിക്ക് നിങ്ങളുടെ ടീമുമായിട്ട് മൈതാനത്തേക്ക് സമയത്തെത്തണം. നമുക്ക് കാണാം അവിടെ. അല്ല സുഹൃത്തുക്കളെ, നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക? തോത്താറാമണ്ണ, നാളത്തെ ക്രിക്കറ്റ് മാച്ച് ഞങ്ങൾക്ക് ജയിക്കണം. അത് ശരി, ഇതെന്താ ഗ്രൗണ്ട് ആണെന്നാണോ? ജിമ്മാണ്. ജിമ്മിൽ ആരെങ്കിലും മാച്ച് കളിക്കും? അല്ല, നമുക്ക് ഗ്രൗണ്ടിലാണ് കളിക്കേണ്ടത്. നമുക്കെന്ന് വെച്ചാ നമുക്ക് എല്ലാവർക്കും ഒരു ടീം ഉണ്ടാക്കി കളിക്കണം. ഓ, അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് ദിവസം കളയാൻ നോക്കുവാണോ? നമുക്ക് 2020 മാച്ചിൽ ഹണി ബണിയൊക്കെ അടിച്ച് തോൽപ്പിക്കാനുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? വരൂ ചേട്ടന്മാരെ, എപ്പോഴാണ് മാച്ച്? ഈ എലി ക്രിക്കറ്റ് കളിക്കാൻ പോവാണോ? പിന്നല്ലാതെ നമ്മൾ എന്ത് വലിയ കളിക്കാരനാന്ന് അറിയോ നിനക്ക്? എന്റെ അത്ര ക്രിക്കറ്റ് മറ്റാര് കളിക്കാനാ? സാർ, ഒരു ചെറിയ സമ്മാനം സാറിന് വേണ്ടിട്ടാ. ഈഷ്, അച്ചാറോ? സാർ, കളിക്കാലോ അല്ലേ? തീർച്ചയായിട്ടും. ഈ പ്രാന്തനും കളിക്കുന്നുണ്ടോ? അതെ, ഇവൻ നല്ലൊരു പ്രാന്തനാ. ബോളറാ, ബോളർ. അതെ, ഇവൻ നല്ലൊരു ബൗളറാ. പിന്നല്ലാതെ ഞാൻ തകർക്കും. കണ്ടോ, ഇങ്ങനെ ബോളിംഗ് ചെയ്യും. ബൗളിങ്ങിനെ പോയി നേരെ വിക്കറ്റ് ആയിരിക്കും. സണ്ണി നമ്മളോട് ചാലഞ്ച് ചെയ്തിരിക്കുക. നമുക്ക് എന്തായാലും ഈ മാച്ച് ജയിക്കണം. 7 മണിക്ക് ഗ്രൗണ്ടിൽ എത്തിയേക്കണം കേട്ടോ. കൊച്ചളിയ 7 മണി ആവാൻ പോവാ. കഴുത ഇപ്പോഴല്ല, നാളെ രാവിലെ 7 മണിക്കാ. പഞ്ചറാവാതിരിക്കാൻ ബൈക്കിൽ വേണം ട്യൂബ്ലെസ് ടയർ. കിട്ടി, നീയാണ് ഈ T20 കളിയുടെ അമ്പയർ. അടികൈ. ഓ, ഐ ആം സോ എക്സൈറ്റഡ്. ഞാൻ ആദ്യമായിട്ട് ഒരു അമ്പയർ ആവാൻ പോകുന്നേ. ടൈൽസ്. ഹെഡ്സ്. ടോസ് ഞങ്ങളാ ജയിച്ചത്. ഞങ്ങൾ ആദ്യം ബാറ്റിംഗ് ചെയ്യും. ആദ്യം ബാറ്റ് ചെയ്താൽ ജയിക്കണമെന്നുമില്ല, രണ്ടാമത് ബാറ്റ് ചെയ്താൽ തോൽക്കണമെന്നുമില്ല. അടികൈ. കന്നാ സാർ, നമുക്ക് അടിച്ചു പൊളിക്കാൻ വരുന്നേ. ഈവന്മാര് ഒരു 20-30 റണ്ണിൽ നമുക്ക് ഔട്ടാക്കാന്നേ. ചെല്ല്, എല്ലാവരും അവരുടെ പൊസിഷനിൽ നിൽക്ക. മോനെ, കുറഞ്ഞ ഒരു 300 റണ്ണെങ്കിലും എടുത്ത് ഈ 2020 ചരിത്രം കുറിക്കൂടാ. അതിന് ഈ തടിയനെ ഓടി റൺസ് എടുക്കാൻ പറ്റുമോ? ഈഷ്, നീ ഒന്ന് തടിയൊന്ന് വിളിച്ചോ, കാണിച്ചു തരാം നിന്നെ ഞാൻ. സുഹൃത്തെ, അതൊക്കെ നമുക്ക് പിന്നെ കാണിക്കാം. ആദ്യം കളിച്ച് കാണിക്കാം. അത് കേറിയ അല്ലെങ്കിൽ അറ്റംപ്റ്റ് മർഡർ കേസിന് അകത്താക്കും.
ഛെ, ഇയാൾ ഒരു ഓവർ മുഴുവൻ നശിച്ചു. അതെ ഇപ്പൊ തന്നെ റൺ ഔട്ട് ആവും മനസ്സിലായോ? കളിക്കാൻ അറിയില്ലെങ്കിൽ മാറി നിക്ക്. കണ്ണ ഉള്ളി വന്ന അപ്പോഴറിയ കളിയുടെ ശരിക്കുള്ള കിക്ക്. അടികൈ. വെൽക്കം സർ. കിറ്റി, നീ അമ്പയറാണ്. ആർക്കും ഫേവർ ചെയ്യാൻ പാടില്ല. അമ്പയർ ഞാൻ വെറും 3 മണിക്കൂർ നേരത്തേക്കല്ലേ. പക്ഷെ സാറിന്റെ കൂടെ ഞാൻ ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടതാ. എടേ ഇവൻ അടിച്ചു കളിക്കുകയാണല്ലോ, സംശയമുണ്ടോ? വേഗം അവനെ ചെന്ന് ഔട്ടാക്കി നോക്ക്. പെട്ടെന്ന് ഔട്ടാക്ക്. വലിയ വർത്താനം മാത്രമേ ഉള്ളൂ, ഒരു പ്രയോജനമില്ല ഇയാളെ കൊണ്ട്. മഴയത്ത് പുറത്തിറങ്ങിയ കാലാവും ചേറ്. അവർ ഈ കളിയിൽ എറിയുന്നത് മാങ്ങ ഏറ്. അടികൈ. നോട്ട് ഔട്ട്. നോട്ട് ഔട്ട്. അല്ല, ഇയാൾ out സാർ ആണ്. ഔട്ടാണ്. ഞാൻ സാറിനെ ഔട്ടാവാൻ സമ്മതിക്കില്ല. സാറ് കളിച്ചോളൂ. ഇത് cheating ആണ്. പരീക്ഷ എഴുതുമ്പോ മനസ്സിലുണ്ടാകരുത് ഡൗട്ട്. കണ്ടില്ലേ കിറ്റി, ഇവരെന്നെ ആക്കി ഔട്ട്. അടികൈ. ഏയ്! ഇയാളെന്തിനാ ഇടയ്ക്കേറി വന്ന് തോത്താറാം? അതെന്റെ ക്യാച്ചായിരുന്നു, സംശയമുണ്ടോ? കഴുത നിന്റെ ക്യാച്ചല്ല, സണ്ണിയുടെ ക്യാച്ചായിരുന്നത്. നീ അത് വിട്ടുകളഞ്ഞതാ. അതെ, ഒരു സംശയമില്ല. ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ കഴുത ഇവനാ. എല്ലാവരും ശ്രദ്ധിക്കൂ, നമുക്ക് സണ്ണിനെ ഔട്ടാക്കേണ്ടതാണ്. ഇപ്പൊ ഒരു 6 പറത്തി ഞാൻ സെഞ്ചുറി അടിച്ച് കാണിച്ചു തരാം. Yay! Hey, hey! ബോൾ പിടിക്ക് പൊപ്പട്ട്.